മുക്കാട്ടുകര ഗവൺമെന്റ് LPSൽ ലോക മാതൃഭാഷാ ദിനാഘോഷം സംഘടിപ്പിച്ചു. ശതാബ്ദിയുടെ നിറവിലെത്തിയ മുക്കാട്ടുകര ഗവൺമെന്റ് LPSൽ വെച്ച് തൃശൂർ നെഹ്റ യുവകേന്ദ്രയുടെയും കരുണം ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെയാണ് ലോക മാതൃഭാഷാ ദിനാഘോഷം സംഘടിപ്പിച്ചത്. മലയാള ഭാഷയിലെ അക്ഷരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച കുട്ടികളുടെ മനോഹരമായ പശ്ചാത്തലത്തിൽ തൃശൂർ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരുണം ഫൗണ്ടേഷൻ ചെയർമാൻ ജെൻസൺ ജോസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബാലസാഹിത്യകാരനും റിട്ടയർഡ് AUയുമായ ബാലകൃഷ്ണൻ അഞ്ചത്ത്, കാർഷിക സർവകലാശാല മുൻ ജീവനക്കാരനും മുൻ ആകാശവാണി അനൗൺസറുമായ സതീഷ് നായർ, ജില്ലാ യൂത്ത് ഓഫീസർ C. ബിൻസി, PM സതീഷ്, സ്കൂൾ ഹെഡ് മിസസ് PV വനജ, OB രദീപ്, ശശി നെട്ടിശ്ശേരി, T. ശ്രീധരൻ, സിൻഡോമോൾ, സോജൻ, ജോർജ് മഞ്ഞിയിൽ, T. കൃഷ്ണകുമാർ, TS ബാലൻ, ജെയിംസ് ചിറ്റലപ്പള്ളി, T. രഘു, നാരായണൻകുട്ടി, അലൻ സോജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അറിവ്, ആരോഗ്യം, ഇച്ഛാശക്തി എന്നിവ ഉണ്ടായാൽ ആനന്ദമുണ്ടാകുമെന്നും നല്ല പൗരന്മാരാകുമെന്നും അമ്മ മലയാളം ഉദ്ബോധിപ്പിച്ചു. 100ാം വാർഷികത്തിലെത്തിയ മുക്കാട്ടുകര ഗവൺമെന്റ് LP സ്കൂളിന് എല്ലാവിധ പിന്തുണയും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ടും മാതൃഭാഷാ ആഘോഷത്തിന്റെ മധുരം നുകർന്നും പുസ്തകങ്ങൾ കൈമാറിയും ചടങ്ങിന് പരിസമാപ്തി കുറിച്ചു. വ്യക്തികളെ, എനിക്ക് മുന്നിൽ നിൽക്കുന്ന കുഞ്ഞുകുട്ടികളെ, ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ഈ സ്കൂളിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ സത്യത്തിൽ ഒരു 60 വർഷം മുൻപ് ആദ്യമായിട്ട് സ്കൂൾ അങ്കണത്തിലേക്ക് എത്തിച്ചു വെച്ച് കയറിയ ഓർമ്മയാണ് ഇപ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത്. 1ാം ക്ലാസ്സിലെ സ്ലേറ്റും പുസ്തകവുമായിട്ട് പോയ കാര്യം. അപ്പോൾ ഈ സ്കൂളിന് 100 വർഷം പൂർത്തിയായി, അല്ലെങ്കിൽ കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? നാളെ കഴിഞ്ഞിട്ട് ഈ 100 വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ എന്തായാലും സ്കൂളിൻ്റെ ചില 1-2 കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ മലയാള ഭാഷയെക്കുറിച്ചുള്ള ഒരു കവിത ചൊല്ലാം. 100 വർഷങ്ങൾക്ക് മുന്നിൽ അപ്പുറത്തേയും ആരുടെ കാൽപ്പാടു പതിഞ്ഞിരിക്കാം. ഓടിക്കളിച്ചും ചിരിച്ചും പഠിച്ചും സ്കൂളിന്റെ മുറ്റം നിറഞ്ഞിരിക്കാം. ഓരോ മണൽത്തരി ചുണ്ടിനും നമ്മളോടോരോ കഥകളൊന്നോതിയേക്കാം. ഈ മഹാവിദ്യാലയത്തിൽ നിന്നെത്രയോ പേര് അറിവിന്റെ നാളം നുകർന്നിരിക്കാം. ഓർത്തിടാം നമ്മളീ മണ്ണിനെ വിണ്ണിനെ, വാഴ്ത്തിടാം നമ്മളീ നീതിനം, കാലമേ കൈകൂപ്പി നിൽക്കുക ആദരാൽ. LP സ്കൂളിൽ വെച്ച് നടത്തുന്ന ലോക മാതൃഭാഷാ ദിനത്തിൻ്റെ കാര്യപരിപാടികൾ നമ്മൾ ആരംഭിക്കുകയാണ്. അതിനു മുമ്പായിട്ട് വേദിയിലേക്ക് പ്രിയപ്പെട്ട പ്രത്യേക ക്ഷണിതാക്കളായ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശ്യാമള മുരളീധരൻ, നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ കവിയും മുൻ AUയുമായ ശ്രീ ബാലകൃഷ്ണൻ അഞ്ചത്ത്, അതുപോലെ കാർഷിക സർവകലാശാല ജീവനക്കാരനും ഭാഗമായിട്ട് നമ്മൾ മാതൃഭാഷാ ദിനാഘോഷം ഇവിടെ സംഘടിപ്പിക്കുന്നു. ഈ മാതൃഭാഷാ വേളയിൽ നമുക്ക് തുഞ്ചത്തെഴുത്തച്ഛനും പിന്നെ ചെറുശ്ശേരിയും കുഞ്ചനമ്പേരെയും ഓർക്കാതെ വയ്യ. ഒപ്പം മുക്കാട്ടുകരയിലെ ജനങ്ങൾക്ക് 100 വർഷം പൂർത്തീകരിച്ച മുക്കാട്ടുകരയിലെ വിദ്യാർത്ഥികൾക്കും വ്യക്തികൾക്കും വിദ്യാഭ്യാസം പകർന്നു നൽകിയ ഈ സ്കൂളിനെ പറ്റിയും മറക്കാൻ നമുക്ക് സാധിക്കില്ല. ഈ സ്കൂളിന്റെ 100ാം വർഷത്തിൽ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് പ്രിയപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഈ ഡിവിഷന്റെ കൗൺസിലറുമായ പ്രിയപ്പെട്ട ശ്രീമതി ശ്യാമള മുരളീധരനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ നെഹ്റു യുവകേന്ദ്രയും കരുണം അസോസിയേറ്റ്സും ചേർന്ന് ഒരുക്കുന്ന ഇന്ന് മാതൃഭാഷ സംരക്ഷിക്കേണ്ടതിന്റെ ദിനം 25 വർഷം മാതൃഭാഷ 25ാം വാർഷികാഘോഷത്തിലാണ്. നമ്മുടെ പൈതൃകം സംരക്ഷിക്കുന്നതിനും നമ്മളുടെ മാതൃഭാഷ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇവർ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ വളരെ സന്തോഷകരമാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മാതൃഭാഷ വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ്. ആ സാംസ്കാരിക പൈതൃകം നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്.
നമ്മുടെ മുന്നിലിരിക്കുന്ന നിഷ്കളങ്കരായ ഈ കൊച്ചുമക്കളെ മാതൃഭാഷ പഠിക്കുകയും അത് ചേർന്നുകൊണ്ട് നമ്മുടെ സംസ്കാരം നിലനിർത്തണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന കുറെ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം പകർന്നു നടന്ന ഈ സ്കൂളിന്റെ നാളത്തെ 100ാം വാർഷികാഘോഷത്തിൽ എല്ലാവരും ഒരുപോലെ പങ്കെടുക്കണമെന്നും ഈ മാതൃഭാഷാ ദിനം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. മാതൃഭാഷാ ദിനം ലോകമെമ്പാടും ആചരിക്കുകയാണെന്ന് ഈ കുട്ടികൾ എത്ര ഉത്സാഹത്തിലാണ് ഇരിക്കുന്നത്. ഈ ഉത്സാഹം ആണ് വളരാനുള്ള ഊർജം. മക്കളെ, നിങ്ങൾക്കൊക്കെ വലുതായി വരണ്ടേ? വലുതാവണ്ടേ? വലുതാവാനായിട്ടുള്ള ശക്തി എവിടുന്ന കിട്ടുക? ഈ ഉത്സാഹത്തിൽ നിന്നാണ്. കുട്ടികളെ ഇങ്ങനെ ഉത്സാഹിപ്പിക്കലാണ് യഥാർത്ഥത്തിലുള്ള പഠിപ്പിക്കൽ. നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ, ഉള്ളിൽ ധാരാളം കഴിവുണ്ട് ഇല്ലേ? ആ കഴിവുകളൊക്കെ പുറത്തേക്ക് എടുക്കുന്ന പണിയാണ് വിദ്യാഭ്യാസം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകം മുഴുവനും അവനവന്റെ മാതൃഭാഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിനൊരു ദിവസം തീരുമാനിച്ച് ആ ദിവസം മാതൃഭാഷാ ദിനമായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണിന്ന്. നമ്മുടെ ഭാഷയുടെ പേരെന്താ? മലയാളം. നമ്മുടെ നാടിന്റെ പേരെന്താ? മലയാളം. നാടിന്റെ പേര് തന്നെയാണ് ഭാഷയുടെ പേര്. മല എവിടെയാ ഉള്ളത്? നിങ്ങളിരിക്കുന്നതിന്റെ ഇപ്പുറത്താണോ ഇപ്പുറത്താണോ? മലയാളത്തിൽ ആദ്യത്തെ അവസാനത്തെ അക്ഷരം. ഇംഗ്ലീഷിലെ ചോദിച്ചാൽ പെട്ടെന്ന് പറയും കുട്ടികൾ അല്ലേ? ഇനി ആ മാസം ഒരു കാര്യം പറയാ, ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ചേർത്ത് വെക്കുക. അപ്പൊ എന്തായിരിക്കും? അറ എന്ന് വെച്ചാൽ എന്താ? മുറി. നമ്മളിരിക്കുന്ന ഒരു മുറി, അതിന് അറാന്ന് പറയാം. സാധാരണ സൂക്ഷിക്കുന്ന സ്ഥലം. ഭാഷകൾ സംസാരിക്കാൻ കൂടുതൽ സംസാരിക്കും. ഞാൻ പറഞ്ഞു 3 കാര്യം: അറിവ്, ആരോഗ്യം, ഇച്ഛ. ഇതൊക്കെ ഉണ്ടായാൽ ആനന്ദം ഉണ്ടാകും. ഈ 3 കാര്യങ്ങളും കൂടി ചേർന്ന സ്ഥലമാണ് മുക്കാട്ടുകര. 3 കൂടിയ സ്ഥലമാണ് മുക്കാട്ടുകര. 3 ഇത് കാണുപോലെ ഉണ്ടാവണം. എന്ന് അറിവ് കാണുപോലെ വളരണം. ആരോഗ്യം അത് കാണുപോലെ വളരണം എല്ലാവരിലും. അങ്ങനെ ഈ 3 കൂടിയ അറിവും ആരോഗ്യവും ഇച്ഛാശക്തിയും ഉള്ള ആനന്ദിക്കുന്ന മക്കളായിട്ട് നിങ്ങൾക്ക് വലിയായി വരുന്നത് മാത്രം ആശംസിച്ചുകൊണ്ട് എന്നെ വിളിച്ച് ക്ഷണിച്ച. കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി തൃശൂർ അപ്ഡേഷൻ സന്ദർശിക്കുക.